മുൻമന്ത്രി ജി സുധാകരനെ കുറിച്ചുള്ള ചില ഊഹാപോഹങ്ങൾ മുൻനിര മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പരന്നിരുന്നു. വ്യാജമെന്ന് അറിഞ്ഞിട്ടുമാണ് അത്തരമൊരു വാർത്ത നിരന്തരം പ്രചരിപ്പിച്ചിരുന്നത്. ജി സുധാകരനെതിരെയുള്ളവരും എതിർ രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിച്ചിരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ വിദ്വേഷമുയർത്തുക, ഇതിനെ ചൊല്ലി തർക്കം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെ തന്നെയാണ് അത്തരമൊരു വാർത്ത പ്രചരിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞതെന്തെന്നോ ചെയ്തതെന്തെന്നോ കൃത്യമായി മനസ്സിലാക്കാതെ വെറുതെ മിഥ്യാധാരണകൾ പറഞ്ഞു പരത്തുകയാണ് പലരും. വ്യക്തമായ അടിത്തറയില്ലാതെ ഒരു വിഷയത്തെയും കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കും. ജി സുധാകരനെ കുറിച്ചും ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ചില രാഷ്ട്രീയ സംഘടനകളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ആ ഗൂഢലക്ഷ്യത്തെ തച്ചുടച്ചിരിക്കുകയാണ് ജി സുധാകരൻ. അതിൽ ഒന്നാമത്തേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും താരതമ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയെ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം. മോദി ശക്തനായ ഭരണാധികാരിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലാതെ നല്ല ഭരണാധികാരി ആണെന്നല്ല. ശക്തൻ എന്നാൽ നല്ലത് എന്ന് അർത്ഥമില്ല എന്നും ഹിറ്റ്ലറും സർ CPയും എല്ലാം ശക്തരായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം CPM സംഘടിപ്പിച്ച CBC വാരിയർ അനുസ്മരണ ചടങ്ങിൽ ജി സുധാകരൻ ഇറങ്ങിപ്പോയിരുന്നു. എന്നാൽ തനിക്ക് ചാരുമുട്ടിൽ മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ടാണ് അവിടെ നിന്നും പോയത്. പരിപാടി തുടങ്ങാൻ വൈകിയപ്പോൾ അക്കാര്യം പറഞ്ഞിട്ടാണ് പോയത് എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനെയാണ് വളച്ചൊടിച്ചുകൊണ്ട് വാർത്തകൾ മെനഞ്ഞുകൂട്ടിയത്. 9:55 സുധാകരൻ എത്തി. വേദിയിലെത്തിയ അദ്ദേഹം അരമണിക്കൂറോളം കാത്തിരിക്കുകയും അധ്യക്ഷത വഹിക്കേണ്ട CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ വരാൻ വൈകുമെന്നറിഞ്ഞതോടെയാണ് അദ്ദേഹം വേദി വിട്ടിറങ്ങിയത്. ഈ ഒരു നിസ്സാരമായ സംഭവത്തെയാണ് വളച്ചൊടിച്ചുകൊണ്ട് ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹം പറഞ്ഞതിനെ വളച്ചൊടിക്കാനോ ന്യായീകരിക്കാനോ അദ്ദേഹം ശ്രമിച്ചില്ല. പകരം അദ്ദേഹം പറഞ്ഞത് എന്തെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്.